Hi children, moving charges and magnetism എന്ന ചാപ്റ്ററിൽ magnetic field at the center of a circular loop equation you are familiar, that is B equal to mu 0 I by 2R. Instead of a loop, if it is a coil with n turns, magnetic field will be what? Mu 0 Ni by 2R. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. നമുക്ക് സാധാരണ പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒരു ലൂപ്പിനെ n ടേൺസ് ആക്കി മാറ്റണോ, ഒരു ലൂപ്പിനെ 10 ടേൺസ് 2 ടേൺസ് ആക്കി മാറ്റണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് നോക്കാം. n ടേൺസ് ആക്കി മാറ്റുകയാണെങ്കിൽ, ഒരേ ലൂപ്പിനെ n ടേൺസ് ആക്കി മാറ്റുകയാണെങ്കിൽ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് B ഡാഷ് വിൽ ബി ഈക്വൽ ടു n സ്ക്വയർ B, ബിക്കോസ് ടേൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് റേഡിയസും ചെറുതാവും. ഓക്കെ, സോ we can see this question. നോക്കൂ, a coil of 1 turn is made of a wire of certain length, and then from the same length a coil of 2 turns is made. If the same current is passed in both cases, then the ratio of magnetic field at the centers will be. അപ്പോൾ ആദ്യത്തെ ലൂപ്പിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് B ആണെങ്കിൽ അതേ വയർ 2 ടേൺസ് ആണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് B ഡാഷ് വിൽ ബി വാട്ട്? 2 square B. So the new magnetic field B dash is equal to 4B. So the ratio of magnetic field will be 4:1. Okay.